മെയ് 17-ാം തീയതിയായിരുന്നു അബിനെ ചികിത്സയ്ക്കായി കൂത്താട്ടുകുളം ദേവമാത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മലദ്വാരത്തിൽ ചെറിയ കുരു നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അബിൻ പിന്നീട് അബോധാവസ്ഥയിലാകുകയായിരുന്നു. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് വീട്ടുകാർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറോട് പറഞ്ഞിരുന്നു. എന്റെ അച്ഛന് പോലും ഇത് കാരണം കിടപ്പായി പോയി. ഇത്രയും എനിക്ക് പറയാനുള്ളൂ, ഇനിയൊന്നുമില്ല. അതെ 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 തന്നെയാണ്. ഞങ്ങൾ എന്നപ്പോൾ ഇവർ പറഞ്ഞ് 2 ദിവസം കൊണ്ട് റെസ്റ്റ് വേണ്ട, 2 ദിവസം കൊണ്ട് ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഇതിനുശേഷമാണ് മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമിതിക്ക് രൂപം നൽകിയത്. വളരെ ആരോഗ്യവാനായിട്ട് നടന്നുകൊണ്ട് നാടിനും വീടിനും ഒക്കെ ഉപകാരിയായിട്ടുള്ള ഒരു സുഹൃത്തിനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ ഈ നാട്ടിലെ എല്ലാവരും വളരെയേറെ വേദനിക്കുന്നുണ്ട്. ആ വേദനയിൽ ഞങ്ങളെല്ലാം പങ്കുചേരുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് നീതി കിട്ടിയില്ലെങ്കിൽ നീതി കിട്ടുന്നതുവരെയും ഏതറ്റം വരെയും പോകാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിന് ആക്ഷൻ കൗൺസിലോ ഏത് രീതിയിലാണേലും ഞങ്ങൾ രൂപീകരിച്ചുകൊണ്ട് നീതി കിട്ടുന്നതുവരെയും ഈ പ്രയാണത്തിൽ ഞങ്ങളുണ്ടാവും എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടിയും മുന്നോട്ട് പോകുമെന്നും സമരസമിതി അറിയിച്ചു. സംസാരിച്ചപ്പം അവരുടെ ഒരു മാനസികാവസ്ഥ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അന്ന് സമരമാർഗങ്ങളുമായിട്ടൊന്നും മുന്നോട്ട് പോകാതിരുന്നത്. പിന്നെ നമ്മൾ അന്ന് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിന്മേലുള്ള ഒരു അന്വേഷണം കൂടെ പൂർത്തിയാകട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയും പെട്ടെന്ന് അബിൻ ഞങ്ങളെ വിട്ട് പിരിയുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഈ ജനകീയ സമിതി എന്ന നിലയിൽ കൂടിയിട്ടുള്ളത് ഒരു പ്രതിഷേധം കൂട്ടായ്മ എന്ന നിലയിൽ കൂടിയാണ് ഞങ്ങൾ ഇതിനെ നേരിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു മരണപ്പെട്ട അബിൻ. അബിന്റെ മരണത്തോടെ ഈ കുടുംബം കടുത്ത പട്ടിണിയിലുമായി. VS ഹൈദരലി, റിപ്പോർട്ടർ, ഇടുക്കി.